നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. എൻ്റെ അഡീനിയം കളക്ഷനിലെ ഒരു വലിയ അറബിക്കം പ്ലാന്റ് ആണ് കേട്ടോ. ഇതിലും വലുതുണ്ട് കേട്ടോ, കവർ പൊന്തിക്കാൻ പറ്റില്ല, വലിയ കവറിൽ നട്ടിട്ടുള്ള അഡീനിയം ഉണ്ട്. ഇത് മഴയെ തന്നെയാണോ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ മറ്റ് ചെടികളുടെ വീഡിയോ ഒന്നും കാണിക്കാത്ത എല്ലാ ചെടികളും ഇടയ്ക്ക് താഴെ ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ അഡീനിയത്തിൻ്റെ അവസ്ഥ. എല്ലാ ഇലയും കൊഴിഞ്ഞു. അതായത് നനവ് കൂടുമ്പോൾ ചെടി സ്വാഭാവികമായിട്ടും ആ ഇല കൊഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിന് കംപ്ലൈൻറ്റ് ഇതുവരെ വരാതിരുന്നത് മണ്ണാണ് ഇതിൽ ഉപയോഗിച്ചത്. അതായത് ചുവന്ന മണ്ണിൻ്റെ ഒപ്പം കൂടുതലും മണൽ കലർന്ന ഒലിച്ചു വന്ന മണ്ണ് എടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വളം ആദ്യഘട്ടങ്ങളിലെ പ്രയോഗിച്ചു. ഏപ്രിൽ തൊട്ടിട്ട് നമ്മൾ ജൈവവളമൊന്നും, ഏപ്രിൽ ലാസ്റ്റ് തൊട്ടിട്ട് പിന്നെ ജൈവവളം കമ്പോസ്റ്റൊന്നും ഇട്ട് കൊടുത്തില്ല. അങ്ങനെ കമ്പോസ്റ്റൊക്കെ കൂടുതൽ ഇരുന്നാലാണ് മഴ പെയ്യുമ്പോൾ ഇവർക്കൊരു ചെറിയ പ്രശ്നം വരിക, ചീച്ചിൽ. ഫുൾ മണ്ണിൽ തന്നെ. പിന്നെ അധികം ഫെർട്ടിലൈസർ ഇവിടെ കൊടുക്കുക ചെയ്യുക, ലീഫിൽ കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ ചെറിയ നാമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ശലഭത്തിൻ്റെ പുഴുക്കൾ, അതായത് കൂടുതലും നിശാശലഭത്തിൻ്റെ പുഴുക്കൾ രാത്രി വരുന്ന, നമ്മൾ ട്യൂബ് ലൈറ്റിൻ്റെ മേലെയൊക്കെ വന്ന് കളിക്കാറുണ്ട്. ആ ശലഭത്തിൻ്റെ വലിയ പുഴുക്കളൊക്കെ ഇതിലുണ്ടായിരുന്നു. അവർ ഒട്ടുമിക്ക ഇലകളും എനിക്ക് പ്രൂൺ ചെയ്യാണ്ട് തന്നൊക്കെ സെറ്റാക്കി തന്നതാണ്. ഞാനത് ഇപ്പോഴും ചെടികളിൽ ഇരിക്കുന്നുണ്ട്. ആ പുഴു അവർ ഈ കേടുള്ള ഭാഗങ്ങൾ, ഈ അഗ്രമുകുളങ്ങളൊക്കെ ഒക്കെ കാർന്ന് തിന്നുട്ടോ. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചെടിയുള്ള ആളുകൾ അവയെ എടുത്ത് എവിടേക്കെങ്കിലും വേറെ വല്ല പുല്ലിലോ ചെടികളുടെ ഇടയിലോ കൊണ്ടിടുക എന്നല്ലേ, കൊല്ലരുത്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ പറയുക, നമുക്ക് അത്രയും ചെടികളുള്ളതുകൊണ്ട് ഒന്നും തിന്നാലും യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അവർ. ഈ എഡ്ജുകളൊക്കെ ഇങ്ങനെ തിന്ന് എന്നാലും തലപ്പുകളുടെ മേലെ നിന്ന് ഇതാ പുതിയ മുകുളങ്ങൾ വരുന്നു. അതായത് ഇപ്പോൾ അഡീനിയത്തിന് ഈ മഴക്കാലത്ത് നമ്മളൊരു വളം കൊടുക്കാതിരിക്കുക നല്ലത്. കാരണം എന്ത് വളം കൊടുക്കും, ഈ ചെടിയുടെ വേര് അത്യാവശ്യം വെള്ളം കുടിച്ചിങ്ങനെ വീർത്തിരിക്കുകയാണ് ചെടി. ആ സമയത്ത് നമ്മൾ വളം കൊടുത്താൽ അത് വളം വലിക്കണമെന്നില്ല, ചെറിയ തോതിൽ ഇങ്ങനെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ വേനൽക്കാലത്തുള്ള വളം നല്ലോണം കൊടുക്കുക. മഴക്കാലത്ത് ഇങ്ങനെ ഓപ്പണിൽ വെക്കുകയാണെങ്കിൽ, മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വളം കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ തീരെ 3-4 ദിവസം മഴ ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഇലകളുള്ള ചെടിയാണെങ്കിൽ സ്പ്രേ കൊടുക്കാം. ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ ചെടി ഒന്നും കൊടുക്കണ്ട. ഇനി ഷെഡിലിരിക്കുന്ന ചെടിയാണെങ്കിൽ, അതായത് ഒരു കാലത്തും മഴ കൊള്ളാണ്ട് ഷെഡിലിരിക്കുന്ന ചെടിയാണെങ്കിൽ നിങ്ങൾക്ക് വളം കൊടുക്കാം. കാരണം അതിന് ഇല കൊഴിയലോ മാറലോ ചേഞ്ച് കാര്യമായി വരുന്നില്ല. കാരണം ഇത് ഇല കൊഴിയാൻ കാരണം ഞാൻ പറഞ്ഞു, ചെടി മഴ പൂർണ്ണമായും കൊണ്ടിരുന്നിട്ട് നമ്മൾ ഷെഡിലേക്ക് മാറ്റിയാൽ ഇല കൊഴിയും പെട്ടെന്ന്. ഇത് ഷെഡിലേക്ക് മാറ്റാതെ ഇരുന്ന് സ്വാഭാവികമായും വെള്ളം കൂടുതൽ വരുമ്പോൾ, നനവ് കൂടുതൽ വരുമ്പോൾ ഇല കൊഴിഞ്ഞതാണ്. ചെടിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല കരുത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. ഇത് ഈ ക്രൗൺ ഷേപ്പിലുള്ള ഈ അറബിക്കം ചെടി, ഇങ്ങനത്തെ കുറേ ചെടികൾ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇനി 1 വർഷം കൂടി കവറിൽ നിർത്തിയിട്ട്, അല്ലെങ്കിൽ 1-2 വർഷം കൂടി കവറിൽ നിർത്തിയിട്ട് നമ്മളത് ബോൺസായി ചട്ടിയിലേക്ക് മാറ്റിയാലാണ് ആ ഭംഗി കിട്ടുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എക്സിബിഷനിലെ ഒരു വലിയ അഡീനിയത്തിൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ അത് വളർത്തിയെടുത്തിട്ടാണ് പിന്നെ അവർ ഈ പ്രദർശനത്തിന് വേണ്ടി ഈ ബോൺസായി പോട്ടിലേക്ക് മാറ്റുക. അപ്പോൾ അത്രയും ബൾജായിട്ട് ഇതിൻ്റെ കടഭാഗം വളർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുള്ള ആളുകൾ ഇങ്ങനത്തെ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിൽ തന്നെ വളർത്താൻ നോക്കുക. പ്ലാസ്റ്റിക് കവറിൽ വളർത്തി നന്നായി വളമൊക്കെ കൊടുത്ത്, മണൽ കലർന്ന മണ്ണ് കൊടുത്ത്, പിന്നെ കൃത്യമായ ഓരോ മാസത്തിലും കൊടുക്കേണ്ട വളപ്രയോഗം കൃത്യമായ രീതിയിൽ ചെയ്തു കൊടുത്താൽ ഇത് ബൾജായി കിട്ടും. കാരണം ഞാൻ ഇവിടെ കവറിലേക്ക് മാറ്റി, ആ വളരെ പഴക്കമുള്ളൊരു ചെടിയുണ്ട്. ആ പഴക്കമുള്ള ചെടി ഈ കവറിലേക്ക് മാറ്റി, വലിയ കവറിലേക്ക് മാറ്റി വെച്ചപ്പോൾ തന്നെ വളരെ അതിൻ്റെ കോഡക്സ് ഭാഗം നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ചട്ടിയാവുമ്പോൾ ഇതിന് ഈ മണ്ണിന് വികസിക്കാൻ അത്രത്തോളം പറ്റാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ അറബിക്കം ചെടികൾ വാങ്ങി, ചെറിയ ചെടിയാണെങ്കിലും വാങ്ങി വെക്കുക. ഒരു 2-3 കൊല്ലം അത് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിൽ വളർത്തുക, എന്നിട്ടത് ചട്ടിയിലേക്ക് മാറ്റുക. ഇനി നമ്മൾ ഓണം കഴിഞ്ഞ സമയത്ത്, ഓണം കഴിഞ്ഞ് വരുന്ന സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിന് ഇനി അടുത്ത വളപ്രയോഗം കൊടുക്കുക. അടുത്ത വളം എന്ന് പറഞ്ഞപ്പോൾ അതിൽ വളത്തിൻ്റെ എല്ലാ അംശങ്ങളും ഊർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ എടുത്ത കുമ്മായം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കും, ചെറിയ തോതിൽ ഇട്ട് കൊടുക്കും. എന്നിട്ടൊരു 10-15 ദിവസം 20 ദിവസം വരെ ഒന്ന് അതേപോലെ വെക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളം കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഴ ഉണ്ടെങ്കിൽ
മഴ വരികയാണെങ്കിൽ നമ്മൾ ജൈവവളം അതിൽ കൊടുക്കില്ല. കാരണം ജൈവവളം കൂടുതലിട്ടാൽ ഫംഗസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ മണ്ണിര കമ്പോസ്റ്റ് ട്രൈക്കോഡർമ മിക്സ് ചെയ്ത് വെച്ച് പ്രോസസ്സ് ചെയ്ത് 20 ദിവസം കഴിഞ്ഞിട്ടുള്ള 20 ദിവസം പഴക്കമുള്ള മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ചാണകപ്പൊടി മെഷീനിൽ പൊടിച്ചതാണെങ്കിൽ അത് ട്രൈക്കോഡർമ ചേർത്തത് കട്ടയായിട്ടുള്ള രൂപത്തിൽ ഒരിക്കലും ഇതിൽ പ്രയോഗിക്കരുത് കേട്ടോ. അത് നിങ്ങൾക്ക് ചെറിയ തോതിൽ ഇത് വിതറി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ലേശം പൊടിമണ്ണോ അല്ലെങ്കിൽ മണലിട്ട് കൊടുത്താൽ മതി. ഇനി അല്ല രാസവള രീതിയിലാണ് നിങ്ങൾ പ്രയോഗം ചെയ്യുന്നത് എങ്കിൽ നമ്മളുടെ ഫസ്റ്റ് കൊടുക്കേണ്ട വളത്തിൻ്റെ പ്രയോഗം നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ചെറിയ തോതിലുള്ള യൂറിയ പ്രയോഗം ലൈറ്റായിട്ടൊന്ന് കൊടുക്കും. അത് കടക്കിലാവുന്ന തരത്തിലും ചെടികളുടെ മേലെ ആവുന്ന തരത്തിലും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ചെടികൾക്ക് കൊടുക്കുന്ന വളം തന്നെയാണ് 30-10-10. അത് ഇടവിട്ട് ഇങ്ങനെ കൊടുക്കുക. അത് മഴ ഇല്ലെങ്കിൽ മാത്രമേ സ്പ്രേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ നോർമലി എന്നാണോ മഴ കഴിയുന്നത് ആ സമയത്തേക്ക്. പിന്നെ നമ്മളെ പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സമയത്തേക്ക് പൂവ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ഡേറ്റ് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു 1.5 മാസം മുന്നേ പൊട്ടാസ്യം കൂടിയ വളങ്ങൾ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ സ്പെഷ്യൽ വളങ്ങൾ അല്ലെങ്കിൽ കൂട്ടുവളങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് കേട്ടോ. അതിപ്പോൾ അറബിക്കത്തിനായാലും ഏതിന്, അറബിക്കത്തിന് പിന്നെ പൂവിന് വലിയൊരു ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കാണുമ്പോഴാണ് ആ ചെടിക്ക് ഇങ്ങനെ ഈ രൂപത്തിനാണ് ആ ഭംഗി വരിക. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി ഈ സെൻട്രൽ സ്റ്റെം ഇനി പൊന്തി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ചില ആളുകൾ ചെയ്യുന്നൊരു ഇതെന്താ വെച്ചാൽ ഈ സെൻട്രൽ സ്റ്റെം മെല്ലെ ബ്രേക്ക് ചെയ്യും. ഇതാണ് വളർന്നു പോവുക. ഈ സെൻട്രൽ സ്റ്റെം മെല്ലെ അടിയിൽ നിന്നേ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ മിനുസപ്പെടുത്തി എടുക്കും. ഉള്ളിൽ നിന്ന് മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ വക്ക് മിനുസപ്പെടുത്തി അത് സ്കിന്ന് പോലെ ആക്കിയിട്ട് എടുക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഹൈറ്റ് വരില്ല. മറ്റത് ഈ സ്റ്റെം നീണ്ടു പോകും. അപ്പം അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അഡീനിയം മാത്രമേ വളർത്തുന്നുള്ളൂ, അഡീനിയത്തിൻ്റെ മാത്രം വീഡിയോകളാണല്ലോ. നമ്മൾ ഗാർഡനിങ് രംഗത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെ കയ്യിൽ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന അഡീനി ആയതുകൊണ്ടാണ് ഡെയിലി ആ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളും എന്നെ കോൾ ചെയ്യുന്ന ആളുകളും എല്ലാവരോടും എൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.